حق جهاده وعلى آله وصحبه أجمعين. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد مصطفى صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. والله جعل لكم من أنفسكم أزواجا وجعل لكم من أزواجكم بنين وحفدا ورزقكم من الطيبات أفبالباطل يؤمنون وبنعمة الله هم يكفرون. സ്നേഹാദരനരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാർ, സർവശക്തനായ അല്ലാഹു അവന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും സദാ നമ്മിലെല്ലാം വർഷിക്കുമാറാവട്ടെ. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന വ്യാപകമായി നടത്തിവരുന്ന ആദർശ പ്രയാണത്തിന്റെ ഭാഗമായി ഈ കൊടശ്ശേരി പ്രദേശത്ത് നിർഭയത്വം തൗഹീദിലൂടെ എന്ന പ്രമേയത്തെ മുൻനിർത്തി മണ്ഡലം ആദർശ സമ്മേളനങ്ങൾ സംഘടിപ്പിച്ച് അറിവിന്റെ സദസ്സിലേക്ക് ഈ പ്രദേശത്തെ ആളുകളെ ക്ഷണിച്ചു വരുത്തി അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെക്കുറിച്ച് അവബോധം നൽകിക്കൊണ്ടാണ് ഇന്നിങ്ങനെ ഒരു പ്രോഗ്രാം ഇവിടെയും സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇത്തരം പ്രോഗ്രാമുകളിലൂടെ നമ്മുടെ എല്ലാവരുടെയും സത്യവിശ്വാസത്തെക്കുറിച്ചും നമ്മുടെ കുടുംബത്തെക്കുറിച്ചും നമ്മുടെ ജീവിതം നിർഭയമാവാനുള്ള ഇസ്ലാമിക സന്ദേശങ്ങളെക്കുറിച്ചും ഉള്ള സെഷനുകളിലൂടെ ഈ ഒരു പ്രോഗ്രാം കടന്നുപോകും. നമ്മൾ മനുഷ്യർ പടച്ചവന്റെ പരസഹസ്രം സൃഷ്ടികളിൽ ചിരിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നവർ, ബുദ്ധി കൊണ്ടും അറിവുകൊണ്ടും ഈ ലോകം കീഴടക്കിയവർ, വിരൽത്തുമ്പം അമർത്തിയാൽ ലോകത്തിന്റെ ഏത് മുക്കുമൂലയിലുമുള്ളവനുമായി സംസാരിക്കുമാറ് സാങ്കേതിക വിദ്യകളെ വികസിപ്പിച്ചെടുത്തവർ, നമ്മൾ മനുഷ്യർ ജന സാന്നിധ്യം തേടി ചന്ദ്രനിലും ചൊവ്വയിലും വരെ യാത്ര നടത്തിയവർ, നമ്മൾ മനുഷ്യർ അമ്പരചുംബിയായ ബിൽഡിങ്ങുകളിലും അതിന്റെ മുകളിൽ റൂഫ് ഗാർഡനും നീന്തൽ കുളവും നിർമ്മിച്ച് ജീവിത സൗകര്യങ്ങളെ മെച്ചപ്പെടുത്തിയെടുത്തവർ, നമ്മൾ മനുഷ്യർ മനുഷ്യ മസ്തിഷ്കത്തിനനുസരിച്ച് സഞ്ചരിക്കുന്ന റോബോട്ടുകളെ നിർമ്മിച്ച് അത്ഭുതം ഉണ്ടാക്കിയവർ, നമ്മൾ മനുഷ്യർ വൈദ്യശാസ്ത്ര രംഗത്ത് മനുഷ്യ ശരീരത്തിന്റെ ഇന്റേണൽ ഓർഗൻസിനെ പോലും ബാധിക്കുന്ന രോഗങ്ങളെ കണ്ടെത്തുവാനുള്ള സൂക്ഷ്മ നിരീക്ഷണോപാധികളെ വികസിപ്പിച്ചെടുത്തവർ, ഇങ്ങനെ ഭൗതിക വളർച്ചയിൽ സൈബർ വിപ്ലവ രംഗത്ത് ഉന്നതി പ്രാപിച്ചിട്ടും മനുഷ്യനിലെ മൂല്യങ്ങളെയും സംസ്കാരങ്ങളെയും വികസിപ്പിച്ചെടുക്കാൻ ഈ കണ്ടുപിടുത്തങ്ങൾ കൊണ്ടൊന്നും സാധിച്ചിട്ടില്ല എന്നതൊരു വസ്തുതയാണ്. അതുകൊണ്ടാണ് പലപ്പോഴും സ്വന്തം കുഞ്ഞിനെ ബലിയറുത്ത IAS ഉദ്യോഗസ്ഥനെ കുറിച്ച് നമ്മൾ വായിക്കേണ്ടി വന്നത്. അതുകൊണ്ടാണ് പാതിവന്ത ശരീരവുമായി മരണത്തോട് മല്ലടിക്കുന്ന ഒരു സഹോദരിയെ ആംബുലൻസിൽ കൊണ്ടുപോകുന്ന വഴിയിൽ വെച്ച് പീഡിപ്പിക്കാൻ ഒരു മനുഷ്യന് തോന്നിപ്പോയത്. അതുകൊണ്ടാണ് 3 വയസ്സുകാരിയും 6 വയസ്സുകാരിയുമായ പിഞ്ചു പൈതങ്ങളെ കാമദാഹം പൂർത്തീകരിക്കാൻ വേണ്ടി ഉപയോഗിച്ച മധ്യവയസ്കന്മാരുടെ വാർത്തകൾ നമ്മൾ കേൾക്കേണ്ടി വന്നത്.
സ്വന്തം മകളെ വിൽപ്പന ചരക്കാക്കുന്ന ഒരു പിതാവിനെ കുറിച്ച് നമുക്ക് വായിക്കേണ്ടി വന്നു. ധാരാളക്കണക്കിന് കൊലപാതകങ്ങളും കൊണ്ട് പ്രണയ നൈരാശ്യത്തിന്റെ പേരിൽ ധാരാളക്കണക്കിന് ആളുകൾ കൊല്ലപ്പെടുന്ന വാർത്തകൾ നമ്മൾ വായിക്കേണ്ടി വന്നത്. പാൻറ്റും സൂട്ടും കോട്ടും ബൂട്ടുമിട്ട് അറിവിന്റെ ഉത്തുംഗത പ്രാപിച്ചു എന്ന് സ്വയം മേനി നടിക്കുമ്പോഴും സംസ്കാര ശൂന്യമായ ഒരു അവസ്ഥയിലേക്ക് മനുഷ്യരിൽ ധാരാളക്കണക്കിന് ആളുകൾ കൂപ്പുകുത്താനുള്ള കാരണമെന്താണ്? ഭൗതികമായ വളർച്ച കൊണ്ടോ സാങ്കേതിക വിപ്ലവ രംഗത്ത് കുതിച്ചു പാഞ്ഞതുകൊണ്ടോ മനുഷ്യനിലെ ധാർമ്മികതയെയും അവനിലെ സംസ്കാരത്തെയും വീണ്ടെടുക്കാൻ കഴിയില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഇവിടെയാണ് സംസ്കാരത്തിന്റെ മടിത്തട്ടായി മാറേണ്ട കുടുംബ ജീവിതത്തെക്കുറിച്ചുള്ള ഇസ്ലാമിന്റെ ഉത്ബോധനങ്ങളെക്കുറിച്ച് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നമ്മൾ ഉത്ബുദ്ധരാവേണ്ടത്. കുടുംബം എന്ന് പറയുന്ന നമ്മളൊക്കെ അനുഭവിക്കുന്ന, ആസ്വദിക്കുന്ന, നമുക്ക് ശാന്തിയും സമാധാനവും ലഭിക്കുന്ന, നമുക്ക് നിർഭയത്വവും കുളിരും കിട്ടുന്ന, നമുക്ക് എത്രയും പെട്ടെന്ന് തിരിച്ച് തൻ്റെ വീട്ടിലേക്ക് എത്തണം എന്ന് തോന്നുന്ന നമ്മുടെ കുടുംബം, ആ കുടുംബ ജീവിതത്തിന് വളരെ പ്രാധാന്യം നൽകിയ മതമാണ് ഇസ്ലാം. ഒരുപാട് കുടുംബങ്ങൾ ചേർന്നതാണ് ഒരു സമൂഹം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കുടുംബം ഭദ്രമാകുമ്പോഴാണ് ഒരു സമൂഹം ഭദ്രമാകുന്നത്. ഒരു കുടുംബം ആരോഗ്യമുള്ളതാകുമ്പോഴാണ് ഒരു സമൂഹം ആരോഗ്യമുള്ള സമൂഹമായി മാറുന്നത്. അതുകൊണ്ട് തന്നെ കുടുംബ ജീവിതത്തെ വളരെ പ്രാധാന്യപൂർവം ഇസ്ലാം പരിഗണിച്ചു. മനുഷ്യന്റെ വളർച്ചക്കും അവന്റെ വികസനത്തിനും അവന്റെ പുരോഗതിക്കും അവനിലെ സംസ്കാരങ്ങളെ ഊട്ടിയുറപ്പിക്കുന്നിടത്തും കുടുംബം എന്ന് പറയുന്ന സ്ഥാപനത്തിന് നിസ്തുലമായ പങ്ക് വഹിക്കാനുണ്ട് എന്ന് ഇസ്ലാം അംഗീകരിക്കുന്നു. ഒരു മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ അനിവാര്യതയാണ് കുടുംബം എന്ന് പറയുന്നത്. ഒരു മനുഷ്യന്റെ പ്രകൃതിപരമായ ആവശ്യമാണ് കുടുംബം എന്ന് പറയുന്നത്. ഒരു വ്യക്തിയുടെ വ്യക്തി വികാസത്തിന് അനിവാര്യമാണ് കുടുംബം എന്ന് പറയുന്നത്. മനുഷ്യൻ സംസ്കാരം പഠിക്കുന്നത് കുടുംബത്തിൽ നിന്നാണ്. മനുഷ്യൻ ഭാഷ പഠിക്കുന്നത് കുടുംബത്തിൽ നിന്നാണ്. മനുഷ്യൻ മൂല്യങ്ങൾ പഠിച്ചെടുക്കുന്നത് ഒരു കുടുംബത്തിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ കുടുംബ ജീവിതത്തെ വളരെ ഗൗരവത്തോടുകൂടി നമ്മുടെ ഇസ്ലാം പഠിപ്പിച്ചു. കുടുംബം എന്ന് പറയുന്നത് ഒരു അനുഗ്രഹമായിട്ടാണ് പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയത്. വല്ലാഹു ജഅല ലക്കും മിൻ അൻഫുസികും അസ്വാജ, അല്ലാഹു ഇതാ നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഇണകളെ നിശ്ചയിച്ച് നൽകിയിരിക്കുന്നു. വജഅല ലക്കും മിൻ അസ്വാജികും ബനീന വഹഫദ, ആ ഇണകളിലൂടെ നിങ്ങൾക്ക് മക്കളെയും മക്കൾക്ക് മക്കളെയും തന്നിരിക്കുന്നു. വറസഖക്കും മിനത് ത്വയ്യിബാത്തി, ഏറ്റവും വിശിഷ്ടമായത് നിങ്ങളെ ഭക്ഷിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. അഫബിൽ ബാത്തിലി യുമിനൂൻ, ഇത്ര സംസ്കാരത്തിന്റെ നന്മയുടെ പരിഷ്കാരത്തിന്റെ മടിത്തട്ടിൽ നിങ്ങൾക്ക് ജീവിക്കാൻ അവസരം കിട്ടിയിട്ടും നിങ്ങൾ അല്ലാഹുവിനെ വിട്ട് മറ്റാരെയാണ് അവലംബിക്കുന്നത്? വബിനിഅമത്തില്ലാഹി ഹും യക്ഫുറൂൻ, അല്ലാഹു നൽകിയ കുടുംബം എന്ന അനുഗ്രഹത്തെ നിങ്ങളൊക്കെ നിഷേധിക്കുകയാണോ? ആ പടച്ച റബ്ബിനെ എന്തുകൊണ്ട് നിങ്ങൾ അറിയുന്നില്ല? അത്തരം ഒരു കുടുംബ ജീവിതം നിങ്ങൾക്ക് വേണ്ടി തന്ന റബ്ബിനെ കുറിച്ച് എന്തുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുന്നില്ല എന്ന് പരിശുദ്ധ ഖുർആൻ മനുഷ്യർ വളരുന്ന കുടുംബമെന്ന സ്ഥാപനത്തെ മുൻനിർത്തിക്കൊണ്ട് നമ്മളോട് ചോദിക്കുകയാണ്. ഈ ലോകത്ത് ഏകദേശം 6543ഓളം സസ്തനികളുണ്ട് എന്നതാണ് പഠനം. മാമൽസ് അഥവാ സസ്തനികൾ എന്ന് പറഞ്ഞാൽ പ്രസവിക്കുന്ന ജീവിവർഗങ്ങൾ. ഇതിൽ മനുഷ്യർ മാത്രമാണ് കുടുംബമായി ജീവിക്കുന്നത്. ബാക്കി എല്ലാ ജീവജാലങ്ങളും കൂട്ടങ്ങളാണ്. അത് ആടുമാടുകളാവട്ടെ, ഒട്ടകങ്ങളാവട്ടെ, കാട്ടുമൃഗങ്ങളാവട്ടെ, ആനയാവട്ടെ, മറ്റേത് ജീവികളാവട്ടെ, എല്ലാം ഒരു കൂട്ടമായിട്ടാണ് കഴിഞ്ഞുകൂടുന്നത്. എന്നാൽ ഭാര്യയും ഭർത്താവും ഇണയും തുണയുമായി ആ ദാമ്പത്യ വല്ലരിയിൽ കായ്ക്കുന്ന ഫലങ്ങളായി കുഞ്ഞുമക്കളെ പ്രസവിച്ച് അതിലൂടെ മക്കൾക്ക് മക്കളുണ്ടായി ഒരു കുടുംബം എന്ന് പറയുന്ന സ്ഥാപനത്തിലൂടെ മനുഷ്യർ എന്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്? അതിന് പ്രകൃതിപരമായ ശാസ്ത്രീയമായ ഒരു കാരണം കൂടി നമുക്ക് കാണാൻ കഴിയും. മറ്റെല്ലാ സസ്തനികളും പ്രസവിച്ചു വീഴുമ്പോൾ അവയുടെ കുഞ്ഞുങ്ങളുടെ തലച്ചോറിന്റെ വളർച്ച 50, 60, 70, 80% പൂർണ്ണമായതിനു ശേഷമാണ് അവ പ്രസവിച്ചു വീഴുന്നത്. അതുകൊണ്ട് തന്നെ ആ സസ്തനികളുടെ കുഞ്ഞുങ്ങൾക്ക്
അവയുടെ അമ്മയെ ആശ്രയിക്കേണ്ടി വരുന്നത് വളരെ ചുരുങ്ങിയ കാലഘട്ടമാണ്. ഒരൽപ്പകാലം പാല് കുടിക്കുക എന്നതിനപ്പുറത്ത് പിന്നീട് അവക്കവയുടെ അമ്മയെ ആവശ്യമില്ല. ഒരു പശുക്കിടാവ് പോലും ഭൂമിയിലേക്ക് പ്രസവിച്ച് വീണ് കഴിഞ്ഞാൽ അത് ഉടനെ തന്നെ എഴുന്നേറ്റ് അമ്മയുടെ അകട്ടിലേക്ക് ചെന്ന് അതിൻ്റെ പാല് കുടിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ആരാണ് ആ പശുക്കിടാവിൻ്റെ മനസ്സിലേക്ക് തൻ്റെ ഭക്ഷിക്കുവാനുള്ള സമീകൃത ആഹാരം ഈ തള്ളപ്പശുവിൻ്റെ അകട്ടിൽ ഇന്ന സ്ഥലത്താണ് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് അതിന് ബോധനം നൽകിയത് ആരാണ്? റബ്ബുനല്ലദീ അഅ്താ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. ഏതൊരു ജീവിയെയും സൃഷ്ടിക്കുകയും അവയുടെ ജീവിത സന്ധാരണ വഴിയെ കാണിച്ചു കൊടുക്കുകയും ചെയ്തത് അവയുടെ സൃഷ്ടാവാണ്. അതുകൊണ്ട് തന്നെ ഈ സസ്തനികൾ അവയുടെ തലച്ചോറിന്റെ വളർച്ച ഏകദേശം അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തുന്നതോടുകൂടി പ്രസവിച്ചു വീഴുന്നു എന്നതുകൊണ്ട് അവയുടെ ജീവിത സന്ധാരണ വഴി കണ്ടെത്താൻ അവയ്ക്ക് പ്രയാസമില്ലാത്തതാണ്. എത്ര ദൂരം ഒരു പക്ഷി പറന്നുപോയാലും അതിന്റെ കൂട്ടിലേക്ക് അതിന് തിരിച്ചെത്താനുള്ള അറിവ് അതിന്റെ നിർമ്മിതിയിൽ തന്നെ ഇൻബിൽട്ടായി അന്തർലീനമായി നൽകപ്പെട്ടിട്ടുള്ളതാണ്. എന്നാൽ മനുഷ്യ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വാവിട്ട് കരയാൻ വേണ്ടി മാത്രമേ അറിയുകയുള്ളൂ. മലർന്നു കിടന്ന് വാവിട്ട് കരയുന്ന കുഞ്ഞ് സ്വന്തം ശരീരത്തിലൂടെ വിസർജിച്ച് സ്വന്തം ശരീരത്തിലൂടെ മൂത്രമൊഴിച്ച് അവിടെ തന്നെ കിടക്കുന്ന കുഞ്ഞിനെ എഴുന്നേറ്റ് ചെന്ന് അമ്മയുടെ ആ മാറിൽ ചെന്ന് തൻ്റെ ആഹാരം കഴിക്കാനുള്ള തലച്ചോറ് അതിന് വികസിച്ച് കിട്ടിയിട്ടില്ല. മനുഷ്യ കുഞ്ഞുങ്ങളുടെ അവയുടെ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് ദീർഘമായ ഒരു കാലഘട്ടമാണ്. ആ കുഞ്ഞിനെ എടുത്ത് മാതാവിന്റെ മുലക്കണ്ണിലേക്ക് കൊണ്ടുപോയി വെച്ചെങ്കിൽ മാത്രമേ ആ കുട്ടി പാല് ചപ്പി കുടിക്കുകയുള്ളൂ. ആ കുഞ്ഞ് സ്വന്തം വിസർജ്യത്തിൽ കൈകാലിട്ടടിക്കുകയും ആ വിസർജ്യം തന്നെ വായയിലേക്ക് ഇടുകയും ചെയ്യുന്നതാണ് മനുഷ്യ കുഞ്ഞുങ്ങളുടെ അവസ്ഥ. ക്ഷുദ്രജീവികളെ കയറിപ്പിടിക്കുകയും തീക്കനൽ കയറിപ്പിടിക്കുകയും ചെയ്യുന്നത് ഒരു കുഞ്ഞുങ്ങളുടെ അവസ്ഥയാണ്. തൊട്ടിലിൽ നിന്നും കട്ടിലിൽ നിന്നും താഴെ വീഴുന്ന കുഞ്ഞിന് സംരക്ഷണം അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യ കുഞ്ഞിനെ ആര് സംരക്ഷിക്കും എന്നതിന് അവന്റെ ജനനത്തിന്റെ കാരണക്കാരായ മാതാപിതാക്കൾ തന്നെ അവനെ വളർത്തുക എന്ന സിസ്റ്റമാണ് ആധുനിക ആദിമ മനുഷ്യൻ മുതൽ പടച്ചറപ്പ് കൊണ്ടുവന്നിട്ടുള്ള സിസ്റ്റം. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ സൃഷ്ടിക്കുകയും പിന്നീട് അദ്ദേഹത്തിന് ഈണയായി അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് തന്നെ ഹവ്വയെ സൃഷ്ടിച്ചു നൽകുകയും പിന്നീട് അവർ ഒരുമിച്ച് ജീവിക്കുകയും അതിൽ കുഞ്ഞുങ്ങൾ പിറക്കുകയും അങ്ങനെ സന്താന ലബ്ധി ഉണ്ടാവുകയും കാലാകാലങ്ങളായി മനുഷ്യൻ കുടുംബമായി ജീവിക്കുന്ന മാതാപിതാക്കളുടെ തണലിൽ ജീവിക്കുന്ന ഒരു സിസ്റ്റമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവന്നിട്ടുള്ളത്. ഈ മനുഷ്യ കുഞ്ഞിന്റെ സംരക്ഷണത്തിന് ഉമ്മയുടെയും ഉപ്പയുടെയും മടിത്തട്ട് അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് രണ്ടുപേർക്കും അതൊരു പദ്ധതിയായി പരലോക പുണ്യമായി ഇസ്ലാം നിശ്ചയിച്ചു നൽകി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ റസഖഹുല്ലാഹു ഇംറഅ, ഒരാൾക്കൊരു പെണ്ണിനെ തന്റെ ജീവിതത്തിലേക്ക് ലഭിച്ചാൽ ഫഖദ് അആനഹുല്ലാഹു ഫീ ശത്രി ദീനിഹി, മതത്തിന്റെ പകുതി കാര്യത്തിൽ അല്ലാഹു അയാളെ സഹായിച്ചിരിക്കുന്നു. ഫൽയത്തഖില്ലാഹ ഫീ ശത്രിൽ ബാഖി, ബാക്കി വരുന്ന പകുതിയിൽ നിസ്കാരവും നോമ്പും സകാത്തും ഹജ്ജും ഉംറയുമായി പുണ്യകർമ്മങ്ങളുമായി ഒരു വിശ്വാസി ജീവിക്കുമ്പോൾ അവന്റെ പരലോക പുണ്യത്തിന്റെ പകുതിയിലും അയാളുടെ കുടുംബ ജീവിതത്തിലൂടെയാണ് നേടുന്നത് എന്ന് പഠിപ്പിക്കുക വഴി കുടുംബം എന്നത് ഒരു ഉത്തരവാദിത്തമാണ് എന്നും കുടുംബം എന്നത് പരലോകപരമായ പുണ്യമാണ് എന്നും പഠിപ്പിച്ചു നൽകിക്കൊണ്ട് മനുഷ്യനെ കുടുംബം എന്ന സ്ഥാപനത്തിൽ വളരാനുള്ള വ്യവസ്ഥയെ ഒരുക്കി കൊടുക്കുകയാണ് പരിശുദ്ധ ഇസ്ലാം നിർവഹിച്ചിട്ടുള്ളത്. എന്നാൽ ആ കുടുംബ ജീവിതത്തെ വളരെ കണ്ണിലുണ്ണി പോലെ കൊണ്ടുപോവേണ്ട ബാധ്യത വിശ്വാസികൾക്കുണ്ടായിട്ടും പലപ്പോഴും നെല്ലിപ്പോടുകളും പ്രയാസങ്ങളും കണ്ണീരും കഥനഭാരവും കൈപ്പുനീരുമായി കഴിഞ്ഞുകൂടുന്ന കുടുംബകങ്ങളാണ് ആധുനിക കുടുംബകങ്ങൾ എന്ന് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. ഈ കുടുംബത്തിൽ വിള്ളലുണ്ടാകുന്ന ഒരു പ്രവർത്തനവും ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവാൻ പാടില്ല എന്നത് അള്ളാഹു അതിശക്തമായി താക്കീത് ചെയ്ത വിഷയമാണ്. വത്തഖുല്ലാഹ്, അല്ലയോ മനുഷ്യരെ, നിങ്ങൾക്ക് നിങ്ങളിൽ നിന്നു തന്നെ ഇണയെ സൃഷ്ടിച്ചു നൽകി ആൺമക്കളെയും പെൺമക്കളെയും ഈ ഭൂമിയിൽ വിതറിയ നിങ്ങളുടെ റബ്ബ്, ആ റബ്ബിനെ നിങ്ങൾ സൂക്ഷിക്കണം. വല്ലർഹാം, നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളെയും നിങ്ങൾ സൂക്ഷിക്കണം. വത്തഖുല്ലാഹ അല്ലദീ തസാഅലൂന ബിഹി വല്ലർഹാം,
നിങ്ങളെ പടച്ചു പോറ്റുന്ന നിങ്ങളുടെ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനെയും നിങ്ങൾക്ക് കുടുംബം എന്ന സ്ഥാപനം നൽകിയ ആ കുടുംബ ജീവിതത്തെയും നിങ്ങൾ സൂക്ഷിക്കണമെന്ന് പറഞ്ഞ് കുടുംബ ജീവിതത്തിന് വളരെ ഗൗരവത്തോടു കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇസ്ലാം അതിന്റെ അധ്യാപനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്തുകൊണ്ട് മനുഷ്യരിൽ ചിലർ ദൈവശാപത്തിന് വിധേയരായി എന്നതിന്റെ ഉത്തരം പറഞ്ഞത് മനുഷ്യർ കുടുംബ ബന്ധങ്ങളെ മുറിച്ചു കളയുന്നു എന്നതാണ്. കുടുംബം എന്ന് പറയുന്ന മനുഷ്യരുടെ വളർച്ചയ്ക്കും വികാസത്തിനും അവന്റെ പുരോഗതിക്കും അവന്റെ മൂല്യത്തിനും അനിവാര്യമായി അള്ളാഹു നിശ്ചയിച്ച ആ സ്ഥാപനത്തെ പൊട്ടിച്ചിതറുന്ന രീതിയിൽ കൈകാര്യം ചെയ്യുന്നത് അള്ളാഹുവിന്റെ ശാപം ലഭിക്കുന്ന പാപമായിട്ടാണ് പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. മറ്റൊരു ഹദീസിൽ കാണാം, ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉൻ, കുടുംബ ബന്ധത്തിൽ പ്രയാസം സൃഷ്ടിക്കുന്നവർ, കുടുംബ ബന്ധത്തിൽ പിണക്കമുണ്ടാക്കുന്നവർ, കുടുംബ ജീവിതത്തിൽ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നവർ അവർ അള്ളാഹുവിന്റെ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നതാണ്. നാളെ പരലോകത്ത് വെച്ച് നരകത്തിന് കുറുകയായി ഒരു പാലമുണ്ട് എന്നും ആ പാലത്തിൽ പ്രതിസന്ധിയായി നിൽക്കുന്നത് കുടുംബ ബന്ധമാണ് എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. വാപ്പയോട് പിണങ്ങിയ, ഉമ്മയോട് പിണങ്ങിയ, കൂടപ്പിറപ്പുകളോട് പിണങ്ങിയ, വാപ്പയുടെ സഹോദരന്മാരോടും സഹോദരിമാരോടും പിണങ്ങിയ, മാതാവിന്റെ സഹോദരന്മാരോടും സഹോദരിമാരോടും പിണങ്ങിയ, എന്നിട്ട് കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആങ്ങളെ പെണ്ണന്മാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്കക്കോഴികൾ കണ്ടതുപോലെ ഏറ്റുമുട്ടുന്ന തരത്തിൽ യുദ്ധക്കളങ്ങളാക്കി വീടകങ്ങളെ മാറ്റുന്ന ആളുകൾ നരകത്തിന്റെ ഇന്ധനങ്ങളാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ജീവിതം ഒരു പരീക്ഷണമാണ് എങ്കിൽ, പരലോകത്തിലേക്കുള്ള ഒരു യാത്രയിലാണ് നമ്മൾ എങ്കിൽ, യാ അയ്യുഹൽ ഇൻസാൻ, മനുഷ്യരായി പിറന്നവരെ, ഇന്നക കാദിഹുൻ ഇലാ റബ്ബിക കദഹൻ ഫമുലാഖി, നിങ്ങളുടെ പടച്ചവനെ നിങ്ങൾ കണ്ടുമുട്ടുക തന്നെ ചെയ്യുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തിയതാണ്. നമ്മളെയൊക്കെ പടച്ചവൻ, നമുക്ക് കണ്ണു തന്നവൻ, നമുക്ക് കൈകാലുകൾ തന്നവൻ, നമുക്ക് ജീവനിട്ടു തന്നവൻ, അവനെ നിങ്ങൾ പരലോകത്ത് വെച്ച് നീതിയുടെ കോടതിയിൽ വെച്ച് മനുഷ്യ മക്കളുടെ മുഴുവൻ കർമ്മങ്ങളെയും പരിശോധിക്കുന്ന ദൈവത്തിന്റെ കോടതിയിൽ വെച്ച് നിങ്ങൾ കണ്ടുമുട്ടുക തന്നെ ചെയ്യും എന്ന് നാം പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളവരാണ്. ആ പരലോക കോടതിയിൽ പരാജയപ്പെടുന്നവരാരാണ്? കുടുംബ ബന്ധം ചേർക്കാൻ അള്ളാഹു കൽപ്പിച്ചിട്ടും അവർ ആ കുടുംബ ബന്ധത്തിൽ ഭിന്നിപ്പുണ്ടാക്കുകയും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നവരാണ്. നിരുത്തരവാദപരമായി ആ കുടുംബ ജീവിതത്തെ സമീപിക്കുന്നവരാണ്. അതുകൊണ്ട് അതിന് കാരണക്കാരിയാകുന്നത് ആരാണെങ്കിലും, കാരണക്കാരനാകുന്നത് ആരാണെങ്കിലും ശരി, അവർ പരലോക പരീക്ഷയിൽ അവർ ഭൂമിയിൽ കുഴപ്പം വിതച്ചവരാണ്. അതുകൊണ്ട് പരലോകത്ത് പരാജയപ്പെട്ടവരാണ് എന്ന് പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലൂടെ അള്ളാഹു ഓർമ്മപ്പെടുത്തി. അതുകൊണ്ട് തന്നെ ഒരു വീട്ടിൽ പ്രശ്നമുണ്ടാക്കുന്നത് വാപ്പയാണെങ്കിൽ ആ വാപ്പ പരലോകത്ത് സ്വർഗം നേടുകയില്ല എന്നും നരകത്തിന്റെ ഇന്ധനമാണ് എന്നും ആ വാപ്പയോട് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. ഒരു കുടുംബ ജീവിതത്തിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് ഉമ്മയായാലും ഭാര്യയായാലും ഭർത്താവായാലും പ്ലസ് ടു കാരനായാലും പ്ലസ് ടു കാരിയായാലും ഡിഗ്രിക്കാരനായാലും ഡിഗ്രിക്കാരിയായാലും ആരാണോ കുടുംബം എന്ന സ്ഥാപനത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് അവർ പരലോക പരീക്ഷയിൽ പരാജയപ്പെട്ടവരാണ് എന്ന് പഠിപ്പിക്കുക വഴി കുടുംബം എന്ന സ്ഥാപനത്തെ വളരെ ഗൗരവത്തോടുകൂടി പരിഗണിച്ചുകൊണ്ട് ഇസ്ലാം അതിന്റെ അധ്യാപനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെയാണ് നമ്മളൊക്കെ നമ്മുടെ കുടുംബ ജീവിതത്തെ ഒരു വിശകലനത്തിന് വിധേയമാക്കേണ്ടത്. ആധുനിക കുടുംബ ജീവിതങ്ങളുടെ അവസ്ഥകൾ എന്താണ്? ആധുനിക കുടുംബങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ എന്താണ്? അവർ നേരിടുന്ന വെല്ലുവിളികൾ എന്താണ്? അതിനുള്ള പരിഹാരം എന്താണ് എന്ന് പറയാതെ ഈ ആദർശ പ്രയാണം, അതിന്റെ യാത്ര പൂർണ്ണമാവുകയില്ല. ആധുനിക കുടുംബം അനുഭവിക്കുന്ന നിരവധി പ്രതിസന്ധികളുണ്ട്. അതിൽപ്പെട്ട ഒരു പ്രതിസന്ധിയാണ് ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ചിലർ ഒളിച്ചോടുന്നു എന്നുള്ളത്. വാപ്പയുടെ ഉത്തരവാദിത്തം അറിയാത്ത ഒരു വാപ്പയും ഉമ്മയുടെ ഉത്തരവാദിത്തം നിർവഹിക്കാത്ത ഉമ്മയും ഭാര്യയുടെയും ഭർത്താവിന്റെയും ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാത്തവരും മക്കളുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാത്തവരും ആങ്ങളയുടെയും പെങ്ങളുടെയും ഒക്കെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാത്തവരും ഒരു കുടുംബ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഒരു ആധുനിക കുടുംബ ജീവിതത്തിൽ ഒരു വെല്ലുവിളിയായി നമ്മൾ നോക്കിക്കാണുകയാണ്. ഇവിടെ നമുക്കറിയാം, കുടുംബം എന്ന് പറയുന്ന ആ ഒരു സ്ഥാപനത്തിൽ ഓരോരുത്തർക്കും ചില റോളുകളുണ്ട്.
വാപ്പയുടെ റോള്, ഉമ്മയുടെ റോള്, ഭർത്താവിന്റെയും ഭാര്യയുടെയും മക്കളുടെയും ഒക്കെ റോള് എന്ന് പറയുന്നത് പരലോകത്തിലേക്കുള്ള ഒരു അമാനത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, കുല്ലുക്കും റാഇൻ വ മസ്ഊലുൻ അൻ റഇയതി. ഓരോരുത്തരും മേക്കാരന്മാരാണ്. തങ്ങളുടെ ആശ്രിതരെ കുറിച്ചും തങ്ങൾ ബാധ്യതകൾ നിറവേറ്റേണ്ടവരെ കുറിച്ചും അവർ വിചാരണക്ക് വിധേയമാക്കപ്പെടുമെന്നാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വറജുലുൻ, ഒരു പുരുഷൻ, അയാൾ റാഇൻ, അയാൾക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ഫീ ബൈതിഹി, അയാളുടെ വീട്ടിലാണ് അയാളുടെ ഉത്തരവാദിത്തങ്ങൾ അയാൾ നിർവഹിക്കേണ്ടത്. വമസ്ഊലുൻ അൻ റഇയതിഹി, അവന്റെ ഉത്തരവാദിത്തത്തെ കുറിച്ച് നാളെ പരലോകത്ത് വെച്ച് വിചാരണക്ക് വിധേയമാക്കപ്പെടുമെന്നും ഒരു കൽപ്പന പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു. വൽമർഅതു റാഇയതു ഫീ ബൈതി സൗജിഹാ, ഒരു പെണ്ണിന് അവളുടെ ഭർത്തൃ വീട്ടിൽ ചില ബാധ്യതകളും കടമകളുമുണ്ട്. ആ കടമകൾ അവൾ നിർവഹിക്കേണ്ടതുണ്ട്. അവളും അവളുടെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് വിചാരണക്ക് വിധേയമാക്കപ്പെടും. വാപ്പ എന്ന ഉത്തരവാദിത്തം, ഉമ്മ എന്ന ഉത്തരവാദിത്തം, അത് കേവലം ഒരു വാപ്പ സമ്പാദിച്ചു കൊണ്ടുവന്ന് പണമുണ്ടാക്കുക എന്നുള്ളത് മാത്രമല്ല, മറിച്ച് ധാരാളക്കണക്കിന് അമാനത്താണ് അയാളുടെ കുടുംബ ജീവിതത്തിലെ റോള് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. നമുക്കറിയാം, അമാനത്ത് എന്നത് ഒരു ഭാരിച്ച കടമയാണ്. ഈ അമാനത്തിനെ അള്ളാഹു ആകാശവുമായി സമീപിച്ചു. ഇന്നാ അറളനൽ അമാനത അല സമാവാതി, ആകാശങ്ങളോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ ചില റെസ്പോൺസിബിലിറ്റീസ്, ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കാൻ പോവുകയാണ്. പക്ഷേ ആകാശങ്ങൾ ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ വിസമ്മതിച്ചു. പിന്നീട് ഭൂമിയെ സമീപിച്ചു. ഭൂമിയും ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ ഭയന്നു. വാഷ്ഫഖ്ന മിൻ, അതിൽ നിന്ന് അവർ പേടിച്ചു. എന്നാൽ പർവ്വതങ്ങളെ സമീപിച്ചു. പർവ്വതങ്ങളും ആ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തില്ല. ഫഹമലഹൽ ഇൻസാൻ, മനുഷ്യൻ ആ ഉത്തരവാദിത്തങ്ങളെ ഏറ്റെടുത്തു. അള്ളാഹു മനുഷ്യനോട് അവന്റെ ജീവിതത്തിൽ ചില റോളുകൾ ഏറ്റെടുക്കണമെന്ന് പറഞ്ഞപ്പോൾ മനുഷ്യർ ആ റോളുകൾ പ്രത്യേകിച്ച് കുടുംബ ജീവിതത്തിൽ ഏറ്റെടുത്തവരാണ്. പക്ഷേ ഇന്നഹു കാന ളലൂമൻ ജഹൂല, തന്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്ന വിഷയത്തിൽ മനുഷ്യൻ അനീതി പ്രവർത്തിക്കുന്നവനും അവിവേകം ചെയ്യുന്നവനുമാണ് എന്ന ശാസനയാണ്, വിമർശനമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിന്റെ ആ വരികളിൽ ചേർത്ത് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നിത്യജീവിതത്തിൽ ഓടുന്ന ഒരു കുടുംബത്തെ കരകയറ്റാൻ വേണ്ടി അധ്വാനിക്കുന്ന, നമുക്ക് വേണ്ടി വീട് നിർമ്മിക്കാൻ വേണ്ടി ഓടുന്ന, കുടുംബം പുലർത്താൻ ജോലിക്ക് വേണ്ടി അലയുന്ന, വിദ്യാഭ്യാസത്തിന് വേണ്ടി അലയുന്നവർ ഈ ബാധ്യതകളൊക്കെ നിർവഹിക്കുന്നതിനിടയിൽ പരലോകപരമായ ചില ബാധ്യതകൾ കൂടി അവർക്കുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അത്തരം ഉത്തരവാദിത്തങ്ങൾ നമ്മൾ മറന്നുപോയാൽ ഒരു കുടുംബം അതിന്റെ കണ്ണീര് കുടിക്കുന്നതാണ്. ജോലിക്ക് പോകാത്ത ഒരു ഭർത്താവ്, ജോലിക്ക് പോകാത്ത ഒരു പിതാവ്, അവർ കുടുംബ ജീവിതത്തിൽ ചില പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നവരാണ്. നല്ല രൂപത്തിൽ മുന്നോട്ട് പോകുന്ന കുടുംബ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു പെൺകുട്ടി ആ വാപ്പാക്കും ഉമ്മാക്കും കണ്ണീരിന് കാരണമാകുന്ന എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ചെയ്താൽ കുടുംബ ജീവിതത്തിന്റെ ആണിക്കല്ലിളകാൻ അത് കാരണമാകും എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു മകൾ, അവൾ വിശുദ്ധയായി ജീവിക്കേണ്ടതുണ്ട്. മാതാപിതാക്കൾ അവളെ സുരക്ഷിതമായ കൈകളിൽ ഏൽപ്പിക്കുന്നതുവരെ ഒരു വീട്ടിലെ പെൺകുട്ടി അവളുടേതായ മകൾ എന്ന ബാധ്യതയിൽ പരിശുദ്ധയായി ജീവിക്കേണ്ടതുണ്ട്. ഒരു മകൻ, അവന്റെ വീട്ടിൽ മാതാപിതാക്കൾ അവരോടുള്ള കടമകൾ നിർവഹിച്ച് അവരുടെ ത്യാഗ പരിശ്രമത്തിലൂടെ ഒരു മകനെ പോറ്റി വളർത്തുമ്പോൾ ആ മകൻ ഒരിക്കലും ഒരു കുടുംബ ജീവിതത്തിൽ വേദനയായി മാറാതിരിക്കാൻ അവൻ്റെതായ ചില ഉത്തരവാദിത്തങ്ങൾ ഉണ്ട് എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. അതുകൊണ്ട് ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടാത്ത ഒരു കുടുംബ ജീവിതത്തിന്റെ ബാധ്യതകൾ നിർവഹിക്കുക എന്നത് നമുക്ക് മേൽ ഇസ്ലാം പഠിപ്പിച്ച ചില ബാധ്യതകളാണ്. മറ്റൊന്ന്, ആധുനിക കുടുംബം അനുഭവിക്കുന്ന മറ്റൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് അവർക്ക് സമയമില്ല എന്നുള്ള പ്രതിസന്ധിയാണ്. പലപ്പോഴും എല്ലാവർക്കും തിരക്കാണ്, ആർക്കും മുഖത്തോട് മുഖം നോക്കാൻ സമയമില്ല. അതുകൊണ്ട് തന്നെ വാപ്പയുടെ പ്രശ്നങ്ങൾ മക്കൾക്കറിയില്ല, മക്കളുടെ പ്രശ്നങ്ങൾ വാപ്പാക്കും അറിയില്ല, ഭാര്യയുടെ പ്രശ്നങ്ങൾ ഭർത്താവിന് അറിയില്ല, ഭർത്താവിന്റെ പ്രശ്നങ്ങൾ ഭാര്യക്കും അറിയില്ല. മക്കൾ മക്കളുടെ ലോകത്ത് അവരുടേതായ ഒരു ഇടം തേടി അവരുടേതായ ഒരു സ്പേസിൽ അവർ ജീവിച്ചു കൊണ്ടിരിക്കുന്നു. ആർക്കും മുഖത്തേക്ക് നോക്കാൻ സമയമില്ലാത്തതിനാൽ തന്നെ പല വീട്ടമ്മമാരും ഇന്ന് മനോരോഗികളാണ്, ജീവിതത്തിൽ പല പ്രയാസങ്ങളും പേറുന്നവരാണ്.
അവർക്ക് ഇടയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് നിലനിൽക്കുന്നു. ഓരോരുത്തരും ഫോണ് എന്ന് പറയുന്ന ബ്രാൻഡിലാണ്. സ്വന്തം കൈകളിലുള്ള ഫോണിൽ 24 മണിക്കൂർ എന്ന പോലെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാതെ അതിലുള്ള റീൽസുകളും സ്ക്രോൾ ചെയ്തുകൊണ്ട് വാപ്പ വാപ്പയുടെ ലോകത്ത്, ഉമ്മ ഉമ്മയുടെ ലോകത്ത്, മക്കൾ മക്കളുടെ ലോകത്ത് എന്നുള്ള രീതിയിൽ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് നമുക്ക് നമ്മുടേതായ ചില കടമകളുള്ളത്. നമ്മുടെ ജീവിതത്തിൽ ഈ മൊബൈൽ ഫോൺ എന്നുള്ളത് നമ്മളെ നിയന്ത്രിക്കുകയും നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുകയും ചെയ്താൽ അതിന്റെ പേരിൽ മാത്രം ഒരു കുടുംബ ജീവിതം താളം തെറ്റിപ്പോവുകയാണ്. നമുക്കറിയാലോ, മക്കളുടെ പ്രശ്നങ്ങൾ പലപ്പോഴും മാതാപിതാക്കൾ അറിയുന്നത് നിങ്ങളുടെ മകൻ പോലീസ് സ്റ്റേഷനിൽ അയാൾ പിടികൂടപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോഴാണ് എൻ്റെ കുട്ടി ഒരു ക്രിമിനലാണ് എന്ന് പലപ്പോഴും ഒരു വാപ്പ തിരിച്ചറിയുന്നത്. അങ്ങേയറ്റം ലഹരിക്ക് അടിമപ്പെട്ടു പോയി തിരിച്ചു കൊണ്ടുവരാൻ കഴിയാത്ത വിധം പല പ്രയാസങ്ങളും അനുഭവിക്കുമ്പോഴാണ് എൻ്റെ മകൻ ഇത്രത്തോളം കൈവിട്ടു പോയിട്ടുണ്ട് എന്ന് പല ഉമ്മമാരും ഒപ്പമാരും അറിയുന്നത്. അതുകൊണ്ട് നമുക്കിടയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഇല്ലാതെ ആത്മബന്ധത്തെ രൂപപ്പെടുത്തുന്ന, വൈകാരിക ബന്ധത്തെ രൂപപ്പെടുത്തുന്ന, പരസ്പരം യോഗം കൂടുന്ന, ചർച്ച ചെയ്യുന്ന, മുഖത്തോട് മുഖം നോക്കുന്ന ആരോഗ്യപരമായ ഒരവസ്ഥ വീടകങ്ങളിൽ കൊണ്ടുവരണമെന്നത് ഇസ്ലാം പഠിപ്പിച്ചതാണ്. എങ്ങനെയാണ് വീട്ടിലെ പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാൻ കഴിയുക? ഓരോരുത്തരുടെയും സങ്കടങ്ങളെ എങ്ങനെയാണ് ദൂരീകരിക്കാൻ കഴിയുക? അള്ളാഹു പറഞ്ഞില്ലേ, വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ. കുടുംബമായി ജീവിക്കുന്നവർക്കിടയിൽ, ആ കണ്ണികൾക്കിടയിൽ വേർപിരിക്കാനാവാത്ത കാരുണ്യവും സ്നേഹവും അള്ളാഹു നിങ്ങൾക്ക് ഇട്ടുതന്നിരിക്കുന്നു എന്നതാണ്. നിഷ്കളങ്കവും നിഷ്കപടവുമായ സ്നേഹം കൊണ്ട് വീട്ടിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും. അതേപോലെ തന്നെ കാരുണ്യം കൊണ്ട് വീട്ടിലുള്ളവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും. പക്ഷേ ഈ കാരുണ്യം അന്യം വെക്കുകയും സ്നേഹം അന്യം വെക്കുകയും ചെയ്യുന്നിടത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുത മുളപൊട്ടുകയും പരസ്പരം ചേരിതിരിഞ്ഞ് ഒരു കുടുംബങ്ങൾ വീർപ്പുമുട്ടുന്ന ഒരവസ്ഥയിലേക്ക് വഴിമാറിപ്പോകുന്നത് നമ്മുടെയൊക്കെ കുടുംബ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന മാരകമായ പ്രതിസന്ധികളാണ്. അലിയിച്ചു കളയാൻ സ്നേഹമെന്ന വികാരത്തെ അള്ളാഹു നമ്മുടെ ഹൃദയത്തിലേക്ക് ഇട്ടുതന്നിട്ടില്ലേ? വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കാൻ കാരുണ്യമെന്ന വികാരത്തെ അള്ളാഹു നമുക്ക് ഇട്ടുതന്നിട്ടില്ലേ? അതുകൊണ്ട് മനസ്സ് തുറന്ന് സംസാരിക്കാൻ നമുക്കിടയിൽ സാഹചര്യങ്ങളും സമയങ്ങളും ഉണ്ടാവണം. ഇതൊരു വെക്കേഷൻ കാലമാണ്. പല സ്ഥലങ്ങളിലേക്കും നമ്മുടെ കുടുംബത്തെ കൂട്ടി അതൊരു യാത്ര എന്ന് പറയുന്നതും